റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. രാജ്യം അതീവ ജാഗ്രതയിലാണ്. 10:30-ക്കാണ് റിപ്പബ്ലിക് ദിന പരേഡ്, വിപുലമായ പരേഡ് ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് ഡൽഹിയിലെ ഒരുക്കങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായി എല്ലാ ഒരുക്കങ്ങളും ഡൽഹിയിൽ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെ തന്നെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാനുള്ള ആളുകൾക്കുള്ള പ്രവേശനം ആരംഭിക്കും. രാവിലെ 9:30 പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിൽ എത്തി ആദരം അർപ്പിക്കും. തുടർന്ന് അദ്ദേഹം കർത്തവ്യപഥത്തിലേക്ക് എത്തും. അവിടെ വെച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിച്ച ശേഷം പിന്നീട് പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കും. 9:30 തന്നെ പരേഡിന്റെ ആദ്യഘട്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. തുടർന്ന് 10:30 പരേഡ് ഔദ്യോഗികമായി ആരംഭിക്കുക. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക സൈനിക മേഖലകളിലും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രൗഢഗംഭീരമായ പരേഡാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദൃശ്യവിസ്മയമാകും ഈ പരേഡിൽ അവതരിപ്പിക്കുക. പ്രധാനമായും വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയത്തിൽ തന്നെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. ഒപ്പം തന്നെ ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ ഊന്നിയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക അതിഥികളായി എത്തുന്നത്. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പ്രകടനം, വ്യോമസേന യുദ്ധവിമാനങ്ങളുടെ പ്രത്യേക പ്രകടനവും റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ചുണ്ടാകും. കനത്ത സുരക്ഷയാണ് ഡൽഹിയിലും അതിർത്തി മേഖലയിലും റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.